പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. 2 വർഷം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് പ്രതികൾ സ്വർണം കവർന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഘത്തിലെ 4 പേരെ ഇനിയും പിടികൂടാനുണ്ട്. സ്വർണം തട്ടിയെടുത്തത് രക്ഷപ്പെട്ട സംഘത്തെ പോലീസ് തൃശൂരിൽ വെച്ച് പിടികൂടുകയും ചെയ്തു. ഈ വാഹനത്തിൽ 9 പേരായിരുന്നു ഉണ്ടായിരുന്നത്. തട്ടിയെടുത്ത സ്വർണത്തിൽ 2 കിലോയിലധികം കണ്ടെടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്ലാനിങ്ങിനകത്തും ഗൂഢാലോചനയിലും എല്ലാം അംഗങ്ങളായിട്ടുള്ള മറ്റ് എല്ലാവരും കൂടിയിട്ട് 13 വ്യക്തികളാണ് ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷന്റെ പുറകിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വ്യക്തികൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ കുറ്റകൃത്യം കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണത്തോടു കൂടി തന്നെ ചെയ്തിരുന്നതാണ്. ഏകദേശം ഒരു 1.5-2 വർഷം മുൻപ് ഒരു റെഗുലർ തെഫ്റ്റുകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന 2 വ്യക്തികൾ, അവർ താമരശ്ശേരിക്കാരായിട്ടുള്ള 2 പേര്, കുറച്ച് പ്രായമെത്തിയ ഓണേഴ്സ് തന്നെയാണ് ഈ ജ്വല്ലറി മാനേജ് ചെയ്യുന്നത്. അതിന്റെ സ്വർണം ദിവസേന കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരുടെ വരവും പോക്കും എല്ലാം നിരീക്ഷിച്ച് അതിനുശേഷം ഇത് കണ്ണൂരുള്ളൊരു സംഘവുമായിട്ട് ഷെയർ ചെയ്യുകയും ഇവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ജയിലിൽ നിന്നാണ്, ജയിലിൽ പരസ്പരമുള്ള ബന്ധത്തിൽ നിന്ന് അവിടെ നിന്ന് അത് ഡെവലപ്പ് ആവുകയും അതിനുശേഷം ഇതിന് ഉതകുന്ന ഈ ഓപ്പറേഷൻ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ ഉതകുന്ന വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ അവരിത് വന്ന് കാണുകയും ഏതാണ്ട് ഈ മാസം 6-ാം തീയതിയോ മറ്റോ ആണ് ഒരു ഫസ്റ്റ് വിസിറ്റ് ഈ ഏരിയയിൽ പെരിന്തൽമണ്ണയ്ക്ക് വരുന്നത്. ഈ വരുന്നവരാരും മലപ്പുറംകാരല്ല. അറൌണ്ട് 2.2 kg, ഇൻക്ലൂഡിംഗ് 1.7 1.8 മറ്റോ ആണ് ഗോൾഡ് ഉള്ളതായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ റിക്കവറിയിലാണ് കൃത്യമായിട്ട് മനസ്സിലാവുള്ളത്. എടുത്ത് തൂക്കിയതിന് ശേഷം ഒരു 2 കിലോ 200 ഗ്രാമോ അതിന്റെ അപ്പുറത്തോട്ടുള്ളത് റിക്കവറി, ഇൻക്ലൂഡിംഗ് അതിന്റെ മണി വാല്യൂ റിക്കവറിയുടെ ആംഗിളിലായിട്ട് എത്തിയിട്ടുണ്ട്. കവർച്ചാ സംഘത്തിലുള്ളവർക്ക് പരസ്പരം പരിചയം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. CV അനുമോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. അനുമോദ്, നേരത്തെ SP സൂചിപ്പിക്കുന്നത് പോലെ മുൻപരിചയമില്ലാത്തവർ വിവിധയിടങ്ങളിൽ നിന്ന് ഈ കവർച്ച ആസൂത്രണം ചെയ്യുന്നു. അങ്ങനെ ഒടുവിൽ ഈ 2 വർഷത്തോളം നീണ്ട ആസൂത്രണത്തിന് ശേഷം തൃശ്ശൂരിലുള്ള സംഘത്തിന്റെ സഹായത്തോടെ കവർച്ച നടത്തുക എന്നൊക്കെ പറയുമ്പോൾ അവിശ്വസനീയമായ കഥകളാണ്. അതായത് അത്രത്തോളം ഒരു വിദഗ്ധമായി ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് ഇവർ കരുതി അങ്ങനെ വിവിധയിടങ്ങളിൽ നിന്നും കവർച്ച നടത്തുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിനു മുൻപ് ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തി കവർച്ച നടത്തിയ ചില സംഘങ്ങളെക്കുറിച്ച് ഈ സമീപകാലത്ത് നമ്മൾ കേട്ടതാണ്. അങ്ങനെ ഒരു പ്രൊഫഷണൽ കവർച്ചാ സംഘമാണോ ഈ പെരിന്തൽമണ്ണ കവർച്ചാ കേസിൽ പിടിയിലായിരിക്കുന്നത്? ടോം, ഇതിലെ ഏറ്റവും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, 2 പേർ സാധാരണ ചെറിയ മോഷണ കേസുകളും തട്ടിപ്പ് കേസുകളുമായി നടക്കുന്ന 2 പേർ താമരശ്ശേരി സ്വദേശികളായ അവരാണ് ഈ കേസിന്റെ ആദ്യത്തെ കണ്ണികൾ. അവർ പെരിന്തൽമണ്ണ എത്തി യാദൃശികമായിട്ട് ഈ യൂസഫും ഷാനവാസും സ്വർണം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കാണുന്നു. അതിനുശേഷം അവർ 1 വർഷം കഴിഞ്ഞ് വീണ്ടും പെരിന്തൽമണ്ണയിലെത്തി ഇതേ സമയത്ത് നിരീക്ഷണം നടത്തുമ്പോൾ വീണ്ടും സമാനമായ രീതിയിലാണ് സ്വർണം കൊണ്ടുപോകുന്നത് മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ ഈ സ്വർണം തട്ടിയെടുക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. ഇവരിതിന് ആദ്യം ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഈ മിഷനുമായിട്ട് സ്വർണം തട്ടിയെടുക്കാനുള്ള പദ്ധതിയുമായിട്ട് അവർ ആദ്യം കണ്ണി ചേർക്കപ്പെടുന്നത് വിപിൻ എന്ന വ്യക്തിയാണ്. അയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചാണ് അയാളെ കാണുന്നത്. അയാളാണ് പിന്നീട് ഈ ഒരു സ്വർണം വെട്ടിക്കാനുള്ള സംഘത്തെ ഒരുക്കുന്നതും ഇതിനാവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലപ്പുറം ജില്ലക്കാരായ ഒരാൾ പോലും ഈ സംഘത്തിലില്ല എന്നുള്ളതാണ്. കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ ജില്ലകളിലുള്ളവരാണ് ഈ തട്ടിപ്പ് സംഘത്തിലുള്ള എല്ലാവരും. ഇവര് ഈ മാസം 8-ാം തീയതി ഇവിടെ എത്തി ഈ സാഹചര്യങ്ങൾ നോക്കിയിരുന്നു. 11-ാം തീയതി ഈ സ്വർണം തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തി, പക്ഷേ അത് നടന്നില്ല. തുടർന്നാണ് വ്യാഴാഴ്ച തൃശ്ശൂരിലൊരു സംഘത്തിന്റെ സഹായത്തോടെ ഈ സ്വർണം തട്ടിയെടുത്ത് ഇവർ കൊണ്ടുപോകുന്നത്. 2 വാഹനങ്ങളിലായിട്ടാണ് ഇവരുടെ ഈ യാത്രകളുണ്ടായത്. ഒരു മർസ കാർ, അതിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാക്കിയിരുന്നു. തുടർന്ന് 9 പേർ ചേർന്ന് ഈ ഒരു സംഘം സ്വർണം തട്ടിയെടുത്ത് പോകുന്നു. 5 പേർ വഴിയിലിറങ്ങുന്നു സ്വർണവുമായിട്ട്. മറ്റ് 4 പേർ തൃശ്ശൂരിൽ വെച്ച് പിടിയിലാവുന്നു. അങ്ങനെയാണ് ഈ കേസിന്റെ ചുരുളഴിയാൻ തുടങ്ങുന്നത്. അങ്ങനെ ഈ 4 പേരിൽ ചോദ്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആണ് മറ്റ് ആളുകളിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുന്നത്. അവരെ CCTVയുടെയും അതേപോലെ തന്നെ മൊബൈൽ ടവർ നെറ്റ്വർക്കിന്റെ ലൊക്കേഷനൊക്കെ അടിസ്ഥാനമാക്കി പോലീസ് പിടികൂടുന്നതും
തുടർന്ന് ഇവരിൽ നിന്ന് സ്വർണം കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പലരും പരസ്പരം പരിചയമുള്ളവരല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വിപിൻ എന്ന വ്യക്തി പറഞ്ഞതനുസരിച്ച് അനന്തു എന്ന ആളാണ്, കണ്ണൂർ സ്വദേശിയാണ്, ഇതിലെ ഈ സംഘാംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അവർക്കൊക്കെ നിശ്ചിത സമയത്ത് ഇവിടെ വരിക, അത് ചെയ്യുക, മടങ്ങുക, അത്രമാത്രം ഒരു നിർദ്ദേശമായിരുന്നു. എന്താണ്, എവിടെ നിന്നാണ് എന്ന തരത്തിലൊന്നും സാധാരണ ഈ കൊലപാതകത്തിന്റെ ആസൂത്രണത്തിന്റെ ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല കേസുകളിലും. അവരോട് പറയുന്നത് ഇന്ന സ്ഥലത്തെത്തി ഇന്നത് ചെയ്യുക എന്ന് മാത്രമാണ്. ഏതാണ്ട് അതേപോലെയുള്ള ഒരു കണ്ണൂർ മോഡൽ പ്ലാനിംഗ് ആണ് ഈ പെരിന്തൽമണ്ണയിലെ സ്വർണം തട്ടിക്കൽ കേസിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർണം വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 2.2 കിലോഗ്രാം സ്വർണ്ണമാണ് പെരിന്തൽമണ്ണയിൽ നിന്നാണ് CV അനുമോദ് റിപ്പോർട്ട് ചെയ്തത്. അനുമോദ് തുടരുക. ഈ ജ്വല്ലറി ഉടമയുടെ, അതായത് കവർച്ചക്കിരയായ ജ്വല്ലറി ഉടമയുടെ പ്രതികരണം കൂടി പുറത്തു വന്നിട്ടുണ്ട്. കാരണം പോലീസിന്റെ ഒരു അതിവൈദഗ്ധ്യമാണ് ഈ കേസിൽ പ്രതികളെ അതിവേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞത്. അന്വേഷണ സംഘത്തോട് പ്രത്യേകം നന്ദി പറയുകയാണ് ജ്വല്ലറി ഉടമ. ഏറെക്കുറെ തിരിച്ചു കിട്ടി, മുഴുവനായും കിട്ടിയില്ല. ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്ത സമയം മുതൽ അവർ ഉറക്കമില്ലാതെ ഓടുമായിരുന്നു. ഇടയ്ക്ക് നമ്മളെ വിളിച്ച് ആശ്വസിപ്പിക്കും, കിട്ടോ അങ്ങനെ അത്രയും ഉഷാറായിട്ട് അവർ ഇത് മുന്നോട്ട് കൊണ്ടുപോയി. നേരിൽ കണ്ടോ? 4 പേരെയാണ് ഞങ്ങളിപ്പോൾ നേരിൽ കണ്ടത്. പിന്നെ ഇപ്പോൾ നമ്മൾ ബസ്സിൽ കയറ്റാൻ കൊണ്ടില്ല, അവരെങ്ങനെ ഇന്ന് അങ്ങനെ കണ്ടു, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇത് സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലും നിങ്ങളെ ചുറ്റും നിങ്ങളെ നിരീക്ഷിക്കുന്ന കുറെ പേരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധ വെക്കണമായിരുന്നെന്ന് തോന്നുന്നുണ്ടോ? അതെ, ഞങ്ങളെ പാൾട്ടാണ് അത്. കാരണം ഞങ്ങൾ 10-35 വർഷമായിട്ടുള്ളൊരു കച്ചവടമല്ലേ. ഞങ്ങൾ ഈ കാലം വരെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലല്ലോ. അപ്പം നമ്മൾ പിന്നെ ഈ ടൗണിൽ തന്നെയാണ് നമ്മളെ വീട്, 1 കിലോമീറ്റർ ദൂരമല്ലേ ഉള്ളൂ. അപ്പം നമ്മളങ്ങനെ കെയർ ചെയ്തില്ല. ശ്രദ്ധിക്കും. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ മറ്റുള്ള കച്ചവടക്കാർക്കും ഒരു പാടാണല്ലോ. അപ്പോൾ അവരും ഇത് ശ്രദ്ധിക്കും. ഇവരെ പോലീസുകാരെ ഭാഗത്തു നിന്നുള്ളതാണെങ്കിൽ മറ്റുള്ള കച്ചവടക്കാർക്ക് പോലും ഒരു ആശ്വാസമാണിത്, ഇവരുടെ ഈ സ്പീഡായി റിക്കവറിങ് കാര്യങ്ങൾ. CV അനുമോദിലേക്ക് വേണ്ടു. അനുമോദ്, ജ്വല്ലറി ഉടമ പറയുന്നത് പോലെ ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞു. പക്ഷെ ഇത്രയും വലിയൊരു സംഘം നടത്തിയ ആസൂത്രിതമായ കവർച്ച പോലീസ് കരുതിയതാണോ? ഇതുപോലെ ഒരു പ്രൊഫഷണൽ കവർച്ചാ സംഘമാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് കരുതിയതാണോ? മാത്രമല്ല, ഈ പ്രതികളുടെ ഒരു ഇടപാടുകൾ എങ്ങനെയാണ്? ഈ സ്വർണം പൊട്ടിക്കൽ, സ്വർണം കവർച്ചാ കേസുകളിലൊക്കെ ഇതിനു മുൻപ് ഇടപെട്ടിട്ടുള്ള, അത്തരം കേസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളാണോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്? ഈ ഒരു സംഭവം ഉണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ പോലീസ് ഇതിൽ ഊർജിതമായി ഇടപെടൽ നടത്തുകയും ഇവർ പോയ ദിശ അല്ലെങ്കിൽ പോയ വഴി അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും അങ്ങനെ നടത്തിയ വാഹന പരിശോധനയിലാണ് ഈ പ്രതികളുടെ വാഹനം കണ്ടെത്തിയത്, അവരെ പിടികൂടിയത്. അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കേസിന്റെ തുടക്കം പോലീസിന് ലഭിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ SP വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതിൽ പലരും പരസ്പരം പരിചയമുള്ളവരല്ല. പലരും ഈ ചെറിയ മോഷണം, അങ്ങനത്തെ തട്ടിപ്പ് കേസുകളിലൊക്കെ തുടർച്ചയായി പെടുന്നവരും ജയിൽ ശിക്ഷ അനുഭവിച്ചവരുമൊക്കെയാണ്. അതിൽ 2 പേർ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. അവരെ കണ്ണൂരിൽ നിന്നുള്ള ഇവർ ഈ ഒരു മോഷണത്തിന് വേണ്ടി വിളിച്ചു വരുത്തിയതാണ് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതൊരു കണ്ണൂർ സ്വദേശികളാണ് ഇവരെ ഈ ഒരു മോഷണം നടത്തി ഈ ഒരു സ്വർണം തട്ടിയെടുത്താൽ അതിൽ വലിയ ഒരു വിഹിതം ലഭിക്കും, പിന്നെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞ് വിദേശത്ത് വരെ ഈ 2 പേരെ കൊണ്ടുവന്നവരുണ്ട്. ഇതിൽ ഒരാൾ സ്വർണ്ണപ്പണി ചെയ്യുന്ന ആളാണ്. അയാളെയാണ് ഈ സ്വർണം ഉരുക്കുവാനും രൂപമാറ്റം നടത്തുവാനും ഒക്കെ ശ്രമം നടത്തി അത്തരത്തിലുള്ള നടപടികൾ ചെയ്തത്. ഇതിൽ നമ്മൾ അന്വേഷണ സംഘവുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഈ സ്വർണവുമായിട്ട് ഇവർ കടന്നു കളയുമ്പോൾ ഏതോ ഒരു അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ വരെ ഈ കട്ടെടുത്ത സ്വർണത്തിന്റെ ഒരു പങ്ക് നിക്ഷേപിക്കുകയുണ്ടായിരുന്നു. അതായത് ഇവരെ സംബന്ധിച്ച് ഇവർ പ്രൊഫഷണലാണ് എന്ന് പറയുമ്പോൾ പോലും പിടിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഇവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇവർ സ്വർണവുമായിട്ട് ഒരു സംഘത്തെ വഴിയിലിറക്കുന്നതും ഇവർ ചിഹ്നിച്ചു പോവുകയും ചെയ്യുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, തൃശ്ശൂരിൽ വെച്ച് ഇവരെ പിടികൂടിയപ്പോൾ തന്നെ പിടിയിലായവരുടെ ഫോട്ടോയും മറ്റു വാർത്തയും പുറത്തു വന്നു. ഈ പുറത്തു വന്നപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർ രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതാണ് 4 പേരെ ഇപ്പോഴും പിടികിട്ടാൻ ഉള്ള ശ്രമം നടത്തേണ്ട കാരണം. അല്ലെങ്കിൽ അന്ന് തന്നെ അവരെ പിടികൂടാമായിരുന്നു എന്ന് പോലീസ് പറയുന്നത്. അതായത് ആ പ്രതികളെ ആദ്യ ദിവസം പിടികൂടിയ വാർത്ത പുറത്തു വന്നത് ഈ കേസിന്റെ അന്വേഷണത്തെ ഒരു തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം പോലീസിന്റെ നടപടികൾ പൂർത്തിയാവുന്നതിന് മുൻപ്
ആ വിവരം പുറത്തറിയുകയും ഇവർക്കൊപ്പമുള്ളവർ ഫോണെല്ലാം ഓഫ് ചെയ്ത് രക്ഷപ്പെടുകയും ചെയ്തു. അതാണ് പോലീസിന് സംഭവിച്ച ഈ ഒരു കാലതാമസത്തിൻ്റെ ഒരു ചെറിയ കാരണം. എന്താണെങ്കിലും ഇവരെല്ലാം തന്നെ പല കേസുകളിലും മുൻപ് പ്രതികളായിട്ടുള്ളവരാണ്, കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. സ്വർണം തട്ടിക്കലുമായി ബന്ധപ്പെട്ട കേസുകൾ ഇവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അന്വേഷിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായിട്ടും മുൻ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘം ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ആളുകളെ അത്തരം കേസുകളിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ അന്വേഷണത്തിൽ വരേണ്ടതുണ്ട്. ക്രിമിനൽ കേസുകൾ പ്രതിയായവരും ജയിൽ ശിക്ഷ പലവട്ടം അനുഭവിച്ചവരും പരോളിലിറങ്ങിയവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. എന്താണ് ഈ 4 പേരെ കൂടി കണ്ടെത്താനുള്ള ഇവർക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി തെരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോടികളുടെ സ്വർണം തട്ടിയ സംഘത്തെ ദിവസങ്ങൾക്കകം പിടികൂടാൻ കേരള പോലീസിന് സാധിച്ചു എന്നുള്ളതാണ്. അത് കേരള പോലീസ് ഈ ഒരു വിഷയത്തിൽ നടത്തിയ ഇടപെടലിൻ്റെ കൃത്യതയുടെ ഒരു തെളിവായിട്ട് കൂടി വേണം കാണുവാൻ. എന്താണെങ്കിലും ഈ പെരിന്തൽമണ്ണയെ സംബന്ധിച്ച് വ്യാപാര മേഖലയാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തൊരു സ്ഥലവുമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു മോഷണം ഉണ്ടായി, തട്ടിയെടുക്കൽ, അതും സിനിമാ ശൈലിയിലുള്ള ഒരു തട്ടിയെടുക്കൽ ഉണ്ടായി, അത് ദിവസങ്ങൾക്കകം ആ സ്വർണം വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും പോലീസിനെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായിട്ട് തന്നെ വേണം നമ്മൾ ഈ ഘട്ടത്തിൽ കാണാൻ. തീർച്ചയായും ഈ ജ്വല്ലറി ഉടമകളെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ 2 കിലോയിലധികം സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് സ്വർണം കൂടി പോലീസിനെ സംബന്ധിച്ച് കണ്ടെടുക്കേണ്ടതുണ്ട്. 4 പ്രതികൾ നിലവിൽ ഇപ്പോഴും ഒളിവിലുമാണ്. കണ്ണൂർ